ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു യാത്ര പോവാണ്. വഴിയെ പറയാം എവിടെ പോകുന്നതെന്ന്. നമ്മളിപ്പം സമയം 12 ആവുന്നു. 12 ആവാൻ ഒരു 5 മിനിറ്റ് കൂടെ നമ്മൾ വീട്ടിൽ നിന്ന് തിരിച്ചു. അപ്പോൾ നമ്മൾ കുഞ്ഞ് ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾ 3 പേരും കൂടെ റെഡിയായി. വൈകുന്നേരം തൊട്ട് റെഡി ആവുക. ഇപ്പോഴാണ് നമ്മൾ രാവിലെ തൊട്ട് റെഡി ആവുക. ഇപ്പോഴാണ് ഇറങ്ങാൻ പറ്റിയത്. കവാൺ പാർക്കിന്റെ ബാക്ക് സൈഡില് റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ റിച്ച്മണ്ട് സർക്കിള്, സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ MG റോഡ്. ആ ജംഗ്ഷനിലാണ് നമ്മളിപ്പോ. സോ റൈറ്റ് സൈഡില് സ്കൈ സ്ക്രൈപ്പേഴ്സ് കാണാം. ബാംഗ്ലൂർ സിറ്റിയിലെ കിങ്ഫിഷർ ടവർ റൈറ്റിലോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട്. പഴയ പോലീസ് സ്റ്റേഷൻ പൊളിച്ചു പണിഞ്ഞ് പുതിയ പോലീസ് സ്റ്റേഷൻ ആക്കിയേക്കാണിത്. കവാൺ പാർക്ക് പോലീസ് സ്റ്റേഷനാണ്. പഴയ പോലീസ് സ്റ്റേഷൻ ആയിരുന്നു ഇവിടെ മുമ്പുണ്ടായത്. അതെല്ലാം ഇടിച്ചു പൊളിച്ച് ഇപ്പൊ പുതിയ ആക്കി സെറ്റപ്പ് ആക്കിയതാണ്. കുറച്ച് പേര് ഇത് കമന്റ് അല്ല, എന്നോട് ഡയറക്റ്റ് എന്നെ അറിയാവുന്നവര് പറഞ്ഞതാ നമ്മുടെ വീഡിയോസിൽ കൂടുതലും കാണിക്കുന്നത് നമ്മുടെ വഴികളാണെന്ന്. എപ്പോഴും ഞങ്ങളുടെ മുഖം കണ്ടോണ്ടിരിക്കുന്നത് അത്ര നിങ്ങൾക്ക് ബോർ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വഴി കാണിക്കുന്നത്. അതെ, ഇതാകുമ്പോ നിങ്ങൾക്ക് വലത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടോണിക്ക് കാണാം. ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ മദ്യശാലയാണ് ടോണിക്ക്. നിങ്ങൾക്ക് ഇന്റർനാഷണൽ ബ്രാൻഡ് തൊട്ട് ലോക്കൽ ബ്രാൻഡ് വരെ ഇവിടെ കിട്ടുന്നതാണ്. ഇതിന് 3 ലെയറാണുള്ളത്. താഴത്തെ നിലയിൽ ബിയർ ആൻഡ് വൈൻ, അതിന് മേളില് അങ്ങനെ എന്തൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. സോ അങ്ങനെ നിങ്ങൾക്ക് ബാംഗ്ലൂർ കാണാത്തവരും കാണുമല്ലോ, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വഴികളൊക്കെ കാണിക്കുന്നത്. അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, ഇതാണ് നമ്മുടെ MG റോഡ്, മഹാത്മാഗാന്ധി റോഡ്. ബാംഗ്ലൂർ ഏറ്റവും ഫേമസ് ആയ സ്ഥലങ്ങളിൽ ഒന്നാണ്. സോ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതെല്ലാം വലിയ വലിയ ബ്രാൻഡുകളുടെ ഷോപ്പുകൾ, ജ്വല്ലറികളായിക്കോട്ടെ, ഷോപ്പിംഗ്, അതായത് തുണി വസ്ത്രശാലകളായിക്കോട്ടെ, അങ്ങനെ പലതിൻ്റെയും ഷോപ്പുകളാണ് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. MG റോഡ് മെട്രോ സ്റ്റേഷനാണ് മുമ്പിൽ കാണാൻ പറ്റും. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. മുമ്പിൽ കാണുന്നത് MG റോഡ് മെട്രോ സ്റ്റേഷനാണ്. സോ നോർമലി ഈ സമയങ്ങളിലൊക്കെയാണ് വല്ല പീക്ക് അവേഴ്സ് ആയിരിക്കും. ഈ പബ്ബുകളും ക്ലബിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വരുന്നൊരു പീക്ക് ടൈമാണ് കറണ്ട്ലി. ഇപ്പം 12:45 ഒരു 1:30 വരെ ഇത് ഭയങ്കരമായിട്ട് ലൈവ് ആയിരിക്കും. ഇപ്പം ആൾക്കാർ കുറഞ്ഞു തുടങ്ങിയേക്കുന്ന സമയമാണ്. നോർമലി 12, 12:30, 1 മണി വരെയാണ് ഇപ്പൊ കറണ്ട്ലി പബ്ബുകൾക്കുള്ള നിയമപരമായിട്ടുള്ള ടൈമിംഗ് കൊടുത്തേക്കുന്നത് കർണാടക ഗവൺമെന്റ്. സോ അപ്പം ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആൾക്കാരെല്ലാം പതുക്കെ പൊക്കോണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. എന്റെ നൈനു പെണ്ണ് ചാടി എണീറ്റിരിക്കുന്നു. എന്റെ നൈനു പെണ്ണ് നോച്ചിണ്ട്. സോ ഈ സിഗ്നലിൽ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാലാണ് ചർച്ച് സ്ട്രീറ്റ്. സോ നിങ്ങൾക്ക് കൂടുതലും പബ്ബുകളും ഇതെല്ലാം ഇവിടെ കാണാൻ പറ്റും. ചർച്ച് സ്ട്രീറ്റ് തന്നെയാണ്, സോറി തെറ്റിപ്പോയി. ഇത് ബ്രിഗേഡ് റോഡാണ്. ബ്രിഗേഡ് റോഡാണോ? അപ്പൊ MG റോഡ് എന്ത് ചെയ്യും? MG റോഡ് ആയത് അവിടെ നിന്ന് ആ റോഡിന് ബ്രിഗേഡ് റോഡ്, ചർച്ച് സ്ട്രീറ്റ് അതിനുള്ളിലാണ്. ഇത് ആർമി കോമ്പൗണ്ട് ആയിരുന്ന. സോ അപ്പൊ ആർമിയുടെ കുറെ ഫോട്ടോസ് ഒക്കെയാണ്. സോ ബാംഗ്ലൂരില് വണ്ടിയുമായിട്ട് നടക്കുന്ന മലയാളികൾക്ക് ഒരു പ്രത്യേക അറിയിപ്പ് എന്ന് പറഞ്ഞേക്കാം. സോ പഴയതുപോലല്ല. നമ്മൾ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ട്രാഫിക് സിഗ്നൽ ജമ്പ് ചെയ്താലൊക്കെ മുമ്പ് ഫൈനും കാര്യങ്ങളൊന്നും വരത്തില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ മാസം തൊട്ട് കർണാടക ഗവൺമെന്റ് ഡയറക്റ്റ് ഏതൊരു സ്റ്റേറ്റ് വണ്ടി ആയിക്കോട്ടെ സിഗ്നൽ ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് വീട്ടിലെ അഡ്രസ്സിലേക്ക് ഫൈനുകൾ വരുന്നതാണ്. സോ അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് വേണം ബാംഗ്ലൂരിൽ വണ്ടി ഓടിക്കാൻ. സിഗ്നൽ ജമ്പ് ചെയ്യാതിരിക്കുക, നിയമം പാലിക്കുക. വീതിയിലംബിച്ചു പോയി. ഓക്കെ, നിറച്ച് കൺസ്ട്രക്ഷൻ ഒക്കെ എല്ലായിടത്തും. അന്നെന്തോ പട്ടിക്കാടായിരുന്നു. 1.5 വർഷം കഴിഞ്ഞിട്ടല്ല നമ്മൾ അവിടുന്ന് മാറിയത്. അല്ല, 2 വർഷം കഴിഞ്ഞിട്ടല്ല നമ്മൾ അവിടുന്ന് മാറിയത്. ഇറങ്ങിയപ്പോൾ തന്നെ ത്രോട്ട് ഒരു വല്ലായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു ചൂട് ചായയോ എന്തെങ്കിലും കുടിക്കാവുന്ന, കോഫിയോ അല്ലെങ്കിൽ ചായയോ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വണ്ടി നിർത്തിയതാണ്. പിന്നെ ആശനോട് ഞാൻ പറഞ്ഞു വിട്ടത് മട്ക ചായ വാങ്ങിക്കാനാണ്. ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല, അതുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. കുഞ്ഞതിനിടയിൽ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഉറക്കപ്പിച്ച തന്നെ ഇരിക്കുകയാണ്. വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയാ ഉണർന്നിരിക്കും ഇടയ്ക്കിടയ്ക്ക്. മട്ക ചായ കുടിക്കാൻ പോവാം, കാണാമോ എന്നറിയില്ല. അതിനിടയിൽ ആശ പെട്രോൾ അടിക്കാൻ കയറുന്ന സമയത്ത് ഞങ്ങൾ ആ ഗ്യാപ്പിന് വെളിയിൽ ഇറങ്ങിയിരിക്കുക. അതിന് ഞങ്ങളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക ആശ. സോ ഹലോ ഗൈസ്, സോ ഇപ്പോൾ സമയം 4:38. സോ നമ്മൾ ഓൾറെഡി 11:55 വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഓൾറെഡി ഇപ്പം വണ്ടിയിൽ പൊക്കോണ്ടിരിക്കുക ഓൺ റോഡിൽ. ആക്ച്വലി ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, കാരണം ഇരുട്ടായതുകൊണ്ട്. സോ നേരം എടുത്തിട്ട് നമ്മൾ കാണിക്കുന്നതാണ്, അല്ലെ നമ്മൾ പോകുന്ന വഴി. സോ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സ്റ്റാർട്ടിങ് തന്നെ. കാരണം വേറെ എങ്ങോട്ടുമല്ല, നമ്മൾ തിരുപ്പതിക്കാണ് പോകുന്നത്. ഓൾറെഡി തിരുപ്പതി എത്തുന്നു. ഓൾറെഡി 2 പേരും നല്ല ഉറക്കമാണ്.
നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര മണിയായിരുന്നു. നാട്ടിലേക്ക് ഉള്ളൂ ഡ്രൈവിങ്ങിൽ ഒരു പാട്ടൊക്കെ ഇട്ട് നേരെ ഡ്രൈവ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലല്ലോ, നമ്മൾ തിരുപ്പതിക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ നേരമായിട്ട് ഇങ്ങനെ ക്യൂ നിന്നോണ്ടിരിക്കുക. ആക്ച്വലി എനിക്ക് തോന്നുന്നു 5 മണിക്കോ എന്തോ വന്നതാണ്. നമ്മൾ കഴിഞ്ഞ 20 മിനിറ്റായിട്ട് നമ്മളിവിടെ പെട്ട് നിൽക്കുക. കാര്യത്തെക്കുറിച്ച് എനിക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. സോ നടന്നു കയറാൻ വേണ്ടിയുള്ള സ്റ്റെപ്പുകളാണത്. സോ അതിൻ്റെ ഏറ്റവും മേളിലുള്ള ടോപ്പിലെ ഗോപുരം എന്തോ ആണ് അതെന്നാണ് തോന്നുന്നത്. നമ്മൾ വരുന്ന വഴിക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് അതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറി പോകുന്ന പല പിൽഗ്രിംസും ഉണ്ട്. ഓരോരുത്തർ ഇത് പറയും, വേണ്ടതില്ലെന്ന് പറയത്തില്ല, എന്താ പറയുന്നത്, നേർച്ച ചെയ്യും, ഞാൻ നടന്നു കയറിക്കോളാം എന്ന് പറഞ്ഞിട്ട്. നമ്മൾ പളനിയിലൊക്കെ ചിലർ ചെയ്യില്ല, അതേപോലെ. തിരുപ്പതിയുടെ നമ്മുടെ സെക്യൂരിറ്റി ചെക്കിൻ്റെ ഏരിയ, അതായത് വണ്ടിയൊക്കെ ചെക്ക് ചെയ്യുന്ന ലൊക്കേഷനാണ്. നമ്മളിപ്പോൾ വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി നേരെ ടോട്ടൽ 2 സ്പോട്ടാണുള്ളത്. ഒന്ന് കയറുന്നത്, ഒന്ന് ഇറങ്ങുന്നത്. അപ്പുറത്തെ സൈഡിൽ ഇറങ്ങി വരുന്നത് നേരെ ഇവിടെ വന്ന് ജോയിൻ ചെയ്യും. സോ ഇതിപ്പോൾ നമ്മൾ കയറാൻ വേണ്ടി പോവാം. അവരുടെ ഒരു സൈഡ് മൊത്തം തിരക്ക് കൊടുക്കും. നമ്മളിപ്പം തിരക്ക് പറഞ്ഞ സ്പോട്ട് നോക്കി നമ്മൾ നേരെ ഗേറ്റ് നിർത്തണം. ടോൾ ഗേറ്റ് പോലത്തെ ഒരു സെക്യൂരിറ്റി ചെക്കിൻ്റെ സെറ്റപ്പ്. മിസ് ചെയ്യാൻ പാടില്ലല്ലോ നീ. സോ ഇപ്പം നമ്മൾ കുറേ നേരമായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നേ ഉള്ളൂ. വണ്ടികളെല്ലാം നല്ല രാവിലെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. പിന്നെ ഇന്ന് ശനിയാഴ്ചയും കൂടെ അല്ലേ, അപ്പം അതിൻ്റെ തിരക്കുണ്ടാവും. അറിയില്ല, നോക്കാം നമുക്ക് വേണ്ടി ചെന്നിട്ട്. ഇതിന്റെ വീഡിയോ എടുക്കുന്നതിന് വഴക്കറിയോ ഗൈസ്? അവിടുന്ന് വീഡിയോ എടുക്കാൻ അവിടുത്തെ സെക്യൂരിറ്റി സമ്മതിച്ചില്ല. എല്ലാവരെയും വിളിച്ച് എന്നെ നാണം കെടുത്തി. ഉള്ള വണ്ടിക്കാരെ എല്ലാം വിളിച്ച് വീഡിയോ എടുക്കുന്നു, അവിടത്തെ എല്ലാം വീഡിയോ എടുക്കാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം അയാൾ എന്നെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എടുത്ത വീഡിയോ. അപ്പൊ നമ്മള് സെക്യൂരിറ്റി ചെക്കിനൊക്കെ ചെയ്തു. നമ്മൾ എൻ്റർ ചെയ്തേക്കുവാണ്. ഇപ്പഴാ ഒന്ന് സെറ്റ് ആയത്, ഉറക്കത്തിൽ നിന്നൊക്കെ ഒന്ന് റെഡി ആയത്, സമാധാനായത് ഇപ്പഴാ. അതെ, തിരക്കൊക്കെ കണ്ടിട്ട് എന്റെ കിളി പോയി. ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതെ ഞങ്ങക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. എല്ലാവരും ഈ ബാഗും പൊക്കി കൊണ്ട് ഭയങ്കര ഓട്ടവാ ദൂരെ, അതായത് ഒരു 10-15 വണ്ടിക്ക് പുറകില് തൊട്ട്. പക്ഷെ മുമ്പ് ഇത്ര സ്കാനിങ് ഉണ്ടായിരുന്നില്ല. ഞാൻ കഴിഞ്ഞ തവണ വരുമ്പോ ജസ്റ്റ് വണ്ടിയുടെ ഡിക്കി തുറന്ന് സിപ്പ് തുറന്ന് നോക്കും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. സ്കാനിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതെ, ഈ റോഡിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് മാത്രം വണ്ടികൾ വരില്ല, അങ്ങോട്ട് മാത്രമേ പോകുള്ളൂ. വൺ വേ. ഇതില് നമ്മള് ഇതിലൊക്കെ പോകുന്ന പോലെ ഫീൽ ആവുന്നു. വയനാട് ട്രിപ്പ് ഒക്കെ പോകുന്ന ജ്വരം തന്നെയായിരുന്നു. അതിനുമേ വ്ലോഗ് പറയാൻ സ്റ്റാർട്ട് ചെയ്തു ഞങ്ങളുടെ കൂടെ. ബാക്കി നമ്മൾ മേളി ചെല്ലാറാകുമ്പോഴത്തേനും ഞാൻ എടുക്കാം. കണ്ടിന്യൂസ് ഇങ്ങനെ റോഡ് തന്നെ കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ബോറടിക്കും. ഓക്കെ, തിരുപ്പതി ഇത് തിരുമലയാ. ഓ അങ്ങനെയാ? ഓക്കെ ഓക്കെ ഓക്കെ. കാണാവോ നിങ്ങൾക്കെന്ന് എനിക്കറിയില്ല. ബേസിക്കലി ഇത്രേ ഉള്ളൂ. ഓരോ കണ്ടന്റ് ക്രിയേറ്റേഴ്സും പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോഴും ഇതുപോലുള്ള പല പ്രശ്നങ്ങളും ഫേസ് ചെയ്തായിരിക്കും ഓരോ വീഡിയോസും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം ആരെയും ഞാൻ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ പറയുന്നില്ല. ഓരോന്നിടത്തും ഓരോ സ്പെസിഫിക് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പക്ഷെ നമ്മളിപ്പം അറിയാത്ത ഒരു പുതിയതായിട്ട് ചെല്ലുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമുക്കറിയില്ല അവിടുത്തെ റൂൾ എന്താ. നമ്മൾ ചെയ്യുമ്പോൾ അവർ പറഞ്ഞു തരുക വേണ്ടത്, അല്ലാതെ ഡയറക്ട്ലി ആദ്യം കയറി നമ്മൾക്ക് പറഞ്ഞു തരണം, വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, കളിയാക്കും, അങ്ങനെ അല്ല ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോഴൊന്നും ഇതുപോലത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങള് വീഡിയോ എടുത്ത് ഇവരെയൊക്കെ ഞങ്ങൾ വീഡിയോയിൽ എടുത്ത് കഥയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് കയറി വന്നത്. വന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ഓരോ തവണ വരുമ്പോൾ പുതിയ നിയമം വരുമ്പോൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. അല്ല, ഇതിപ്പോ നമ്മള് വീഡിയോ എടുത്തെന്ന് പറഞ്ഞാൽ നാളെ ഇപ്പൊ ഒരാള് വരുമ്പോഴത്തേനും അവർക്ക് ഇങ്ങനൊക്കെയാ ഇവിടെ സംഭവങ്ങളൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി എടുത്തതാ വീഡിയോ. ബേസിക്കലി ഇപ്പം നടന്നൊരു കാര്യത്തിന്റെ ഒരു ബ്രീഫ് ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് കയറി ചെല്ലുമ്പം, അതായത് നിങ്ങൾ മാപ്പിട്ട് പോയാൽ മതി. നോർമലി കാറിൽ പോകുന്നവരോ അല്ലെ ബൈക്കിൽ പോകുന്നവരോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലഗേജ് ഉണ്ടെങ്കിൽ ഒരു മാപ്പിട്ട് പോവുക, നേരെ തിരുമല അടിച്ചു കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അമ്പലത്തിന്റെ ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നേരെ മേളിലോട്ടുള്ള റൂട്ട് കാണിക്കും. നേരെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ ഇതുപോലെ സെക്യൂരിറ്റി ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. ആ ചെക്ക് പോസ്റ്റിന്റെ അവിടെ വണ്ടി നിർത്തുക. വണ്ടി നിർത്തിയിട്ട് പ്ലാസ്റ്റിക് ബോട്ടിലുകളോ കാര്യങ്ങളോ ഒന്നും അലൗഡ് അല്ല മേളിലോട്ട്.
സോ അപ്പം പ്ലാസ്റ്റിക് ബോട്ടിലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നേരെ ആ സാധനം എടുക്കുക, നേരെ അവിടെ സൈഡിൽ തന്നെ കുറെ ചാക്കുകളൊക്കെ വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തോടെ നിങ്ങൾ അവിടെ വെച്ചോളൂ, കുഴപ്പമില്ല. ആ വെള്ളത്തോടെ അവിടെ വെച്ചേക്കുക. അതേപോലെ തന്നെ ലഗേജോ ബാഗുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നേരെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ആ സാധനങ്ങൾ എടുത്തുകൊണ്ട് നേരെ സ്കാനിങ് കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് തിരിച്ച് വണ്ടിയിൽ വെക്കുക. ഇനി നിങ്ങൾ ഏറ്റവും എളുപ്പം ലേഡീസ് ആകുമ്പോ പെട്ടെന്ന് ആ ക്യൂ കുറവായിരിക്കും. അപ്പൊ അത് കാരണം പെട്ടെന്ന് പരിപാടി നടക്കും. പിന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് വരുന്നെങ്കിൽ ഒന്നുമില്ല, വണ്ടി അവിടെ സൈഡിൽ ഇട്ടേക്കുക. അവിടെ ഓൾറെഡി ഒരു സൈഡ് മാത്രമേ വണ്ടികൾ മൂവ് ആവുള്ളൂ, മറ്റേ സൈഡിൽ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. സോ അവിടെ വണ്ടി നിർത്തിയിട്ട് നേരെ സ്കാനിങ് കംപ്ലീറ്റ് ചെയ്ത് വണ്ടിയിൽ തിരിച്ച് ലഗേജ് വെച്ചിട്ട് നേരെ മേളിലോട്ട് പോവാം. അത്ര വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഫസ്റ്റ് വരുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും കാണുമ്പോൾ ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടാവും. ഒന്നും ആവശ്യമില്ല, വളരെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോകും. പിന്നെ ഇന്ന് കണ്ട മച്ചാനെ പോലുള്ളതാണെങ്കിൽ നമ്മളെ ഊക്കാനൊക്കെ ട്രൈ ചെയ്യും. തിരിച്ച് തെലുങ്ക് അറിയാന്നാണെങ്കിൽ തിരിച്ച് തെലുങ്കിൽ സംസാരിക്കുക. അപ്പൊ പിന്നെ ആളുടെ വായ അടഞ്ഞോടും, വേറെ കാര്യങ്ങളൊന്നുമില്ല. രാവിലെ തൊട്ട് വെളുപ്പിനെ 3:30 തൊട്ട് അവര് വണ്ടി ചെക്ക് ചെയ്യുന്ന, അവർക്കും ഫ്രസ്ട്രേഷനും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല, സംബോധന ചെയ്യാറുണ്ട്. എല്ലാം നമുക്കിപ്പം എപ്പോഴാണെങ്കിലും തുടക്കത്തിൽ പറയും സർ ഇതെടുക്കാൻ പാടില്ല, വീഡിയോ ഇവിടെ പറ്റത്തില്ല, അലൗഡ് അല്ല എന്ന് പറയായിരുന്നു. അങ്ങനെ പറയാനാണ് ശ്രുതിക്ക് ഭയങ്കര വിഷമമായി പോയത്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വിഷമമില്ലായിരുന്നു. വണ്ടിയിലിരുന്ന അപ്പച്ചൻ എന്തോ പറയുന്നു, അയാള് റോഡിൽ കൂടെ നന്നായിട്ട് ഊക്കി വിട്ടു ശ്രുതിന്. അതാണ് കറക്റ്റ് ആയിട്ട് പറയേണ്ടത്. എന്റെ ജീവിതത്തിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ്. നമുക്ക് സ്ഥിരം കിട്ടുന്നതായിരുന്നു, വലിയ വിഷയമല്ല. അല്ല, എന്നെ ഇതുവരെ ആരും ഇങ്ങനെ എന്താ പബ്ലിക് ആയിട്ട് ലോജിസ്റ്റിക്സിൽ പണിയെടുത്താൽ മതി, നാളെക്കേട് സാധനങ്ങളെല്ലാം വഴിനീളം പോകും. അല്ല, ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ പോലും എനിക്ക് ഇങ്ങനൊരു അനുഭവം എനിക്ക് കിട്ടിയിട്ടില്ല. ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയില്ലേ. ബാക്കി നമുക്ക് മേളിൽ ചെല്ലുമ്പോഴത്തേനെ കാണാം. ഇനി നമുക്ക് 150 മീറ്ററും കൂടെ നമ്മളെത്തി. ഫോണും താഴ്ത്തി വെച്ചു, അവര് തെറി പറയണ്ട. എന്തായാലും അവിടുന്ന് ഇതില്ലാതെ വിടത്തില്ല. ഇവിടൊക്കെ കിടന്ന് ഉറങ്ങും ആൾക്കാര്. സെന്റർ ഒരു കുഴി പോലത്തെ സെറ്റപ്പ്. അങ്ങനെയാ? അതെന്തുവാ? കല്യാണ മണ്ഡപം. എല്ലാവരും അവിടെ എവിടെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. നടക്കണോ? ആ, നടക്കാനുണ്ട് കുറച്ച്. നമ്മളിപ്പം പാർക്കിങ്ങിലോട്ട് പോവാ. അതായത് മുടി കൊടുക്കുന്നിടത്തുനിന്ന് നമ്മൾ നേരെ വന്ന ലെഫ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കാർ പാർക്കിംഗ് കാണും. നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ കാറ് പാർക്ക് ചെയ്തിട്ട് പിന്നെ ഒരു 2-3 കിലോമീറ്ററോളം മാറിയാണ് കാറ് പാർക്ക് ചെയ്യാൻ നമുക്ക് സ്പേസ് കിട്ടിയത്. കാറ് പാർക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ ഫ്രഷ് അപ്പ് ആവാനും പിന്നെ അവിടെ തന്നെയാണ് മുടി മൊട്ടയടിക്കുന്നതും. നമ്മൾ സെപ്പറേറ്റ് റൂമൊന്നും എടുക്കാനായിട്ട് പോയില്ല, അവിടെ തന്നെ സ്പേസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ തന്നെ ഫ്രഷ് അപ്പ് ആവാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേന് രവിയണ്ണന്റെ പെങ്ങളും ഫാമിലി അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാനും കുഞ്ഞും കൂടെ ബാഗ് എല്ലാം നോക്കി ഞങ്ങൾ അവിടെ ഇരുന്ന്. ആ സമയത്തിന് രവിയണ്ണന്റെ പെങ്ങളും ഫാമിലി അവരെല്ലാവരും മുട്ടയടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആശം മുട്ടയടിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവര് കൂപ്പണൊക്കെ എടുക്കാൻ പോയി. അത് കഴിഞ്ഞ് കൂപ്പൺ എടുത്തോണ്ട് വന്നിട്ട് ആശ കുഞ്ഞിന്റെ കൂടെ കളിക്കുക. കാരണം മുടിയൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാ കുഞ്ഞിന്റെ റിയാക്ഷൻ അറിയത്തില്ലല്ലോ. പ്രതീക്ഷിച്ചതുപോലെ തന്നെ കുഞ്ഞ് ആശിൻ്റെ അടുത്ത് ഇരിക്കുന്നില്ല, കരച്ചിൽ തന്നെയായിരുന്നു. പെട്ടുപോയത് ഞാൻ തന്നെയായിരുന്നു, കാരണം ഒരു തരത്തിലും ആശിൻ്റെ അടുത്ത് ഇരിക്കുന്നില്ലായിരുന്നു. ഈ ഗ്യാപ്പിൽ ബാക്കി എല്ലാവരും ഫ്രഷപ്പ് ആവാൻ പോയി. നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ നമ്മൾ ലോക്കറിൽ വെക്കാമെന്നുള്ള ചിന്തയിലായിരുന്നു പോയത്. പക്ഷെ ലോക്കർ എടുക്കാൻ തന്നെ ക്യൂ ആയിരുന്നു. 2-3 മണിക്കൂർ ആൾക്കാർ നിന്ന് ക്യൂ നിൽക്കുക. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കാറിൽ തന്നെ വെക്കാമെന്ന് തീരുമാനിച്ചു.
നമ്മളപ്പം ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മള് ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേന് ഇറങ്ങി. മൊത്തം കഴിഞ്ഞപ്പോ നമുക്ക് സ്പെഷ്യൽ ദർശനം ഉണ്ടെന്നൊക്കെ പറച്ചിലേ ഉള്ളായിരുന്നു. സ്പെഷ്യൽ ദർശനം തന്നെ ബാക്കി ഇതിനെ അപേക്ഷിച്ച് മുട്ടയടിച്ച് നിങ്ങളെ വീഡിയോ ഓൾറെഡി ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. സ്പെഷ്യൽ ദർശനം എന്ന് പറഞ്ഞാൽ നമ്മളെ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് നമ്മളെ അതുവഴി കയറ്റി വിടുന്നു. പക്ഷെ എന്നാലും നമ്മള് എത്ര മണിക്കൂർ? പക്ഷെ 4 മണിക്കൂർ ടോട്ടൽ. നമ്മൾ കയറിയത് 12:15 കയറി നമ്മൾ ഇറങ്ങിയത് 4:45 നമ്മൾ ദർശനം കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് 5:15 5:20 5:20 കഴിഞ്ഞതിന് ശേഷം നമ്മൾ അമ്പലത്തിന് വെളിയിൽ ഇറങ്ങുന്നത്. അപ്പം കോമ്പൗണ്ടിന് വെളിയിൽ ഇറങ്ങുന്നത്. ഒരു വഴി കൂടെ പോയി കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യാം. ഇവര് മറ്റേ ആൾക്കാരായിട്ട് ഓടിക്കും. ഓൾറെഡി നമ്മള് നടന്ന് ക്ഷീണിച്ച് വലഞ്ഞായിരിക്കും നിക്കണേ. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഇട്ട് വലയിക്കുക നമ്മളെ. സോ പല കാര്യങ്ങളും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇവര്. സോ അപ്പൊ അതൊക്കെ കാരണം നമുക്ക് പല ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നത്. ഇപ്പൊ മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കറിന്റെ ടോക്കൺ എടുക്കുന്ന മറ്റേ PSC 1, 2, 5 ഇതിന്റെയൊക്കെ ഫ്രണ്ടില് നോർമലി മുമ്പൊക്കെ എന്ന് പറഞ്ഞൊരു കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ലോക്കർ അലൊക്കേഷൻ വാങ്ങിക്കണം. അവിടെ നിന്ന് ടോക്കൺ എടുത്ത് നമ്മൾ നേരെ ലോക്കറിൽ പോയി സാധനങ്ങൾ വെച്ച് അവിടെ റെസ്റ്റ് എടുക്കാം. ഇതിപ്പോ ലോക്കറിന് സെപ്പറേറ്റ് ഒരു ക്യൂ. അവിടെ ആണെങ്കിൽ ഒട്ടുക്കത്തെ തിരക്ക്. ഒരു കോംപ്ലക്സിന് മൊത്തം ഒരു ക്യൂവേ ഉള്ളൂ. അവിടെ നിറച്ച് ഒരു ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഒരു 4-5 കൗണ്ടേഴ്സ്. അത് നിറച്ച് തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. ഒരു രക്ഷയില്ലാത്ത തിരക്ക്. മണിക്കൂറുകൾ നിക്കണം. നിന്ന് മനുഷ്യന്റെ ഊപ്പാട് തീർന്നു. പിന്നെ ഞങ്ങള് തീരുമാനിച്ച് ലോക്കറിൽ സാധനം വെക്കുന്നില്ല. ഞങ്ങള് നേരെ മുട്ടയടിച്ചിട്ട് നേരെ ഫ്രഷ് അപ്പ് ആയിട്ട് സാധനങ്ങളെല്ലാം വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ വണ്ടിയിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ ലോക്ക് ചെയ്തിട്ട് നമ്മൾ അകത്ത് കയറുന്നു. അതാണ് നമ്മുടെ പ്ലാൻ. വണ്ടി പാർക്ക് ചെയ്തൊരു 3 കിലോമീറ്റർ അപ്പുറത്താ പാർക്ക് ചെയ്തത്. അത്രയും നമ്മൾ പിന്നെയും നടന്ന് പിന്നെയും തിരിച്ചു വന്ന് അങ്ങനെ ഇച്ചിരി പാടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് അകത്ത് കയറി. അകത്ത് നമുക്ക് ഫോൺ അലൗഡ് അല്ലല്ലോ, അപ്പൊ നമ്മള് വണ്ടിയിൽ തന്നെ ഫോൺ വെച്ചു. അതുകൊണ്ട് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് എടുക്കാൻ പാടില്ലെന്ന്. ആകെ നമുക്ക് അമ്പലത്തിനെ കോമ്പൗണ്ട് വരെ കൊണ്ടുപോകായിരുന്നു. പിന്നെ നമ്മള് ലഗേജും കാര്യങ്ങളെല്ലാം വണ്ടിയിൽ വെച്ചിട്ട് പോയത് റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഫോൺ അവിടെ തന്നെ ലോക്കർ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ വരെ ഫോൺ കൊണ്ടുപോയില്ല. കാരണം ഓൾറെഡി നമ്മൾ ടെൻഷൻ അടിച്ച പോയത് തിരക്കും കൊച്ചിനെ കൊണ്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇവരൊക്കെ ഇനി എപ്പോ ഇറങ്ങുമെന്ന് അറിയത്തില്ല. ഇവരെയൊക്കെ നാളെ പ്രതീക്ഷിച്ചാൽ മതി. കാരണം ഇവര് ഇന്ന് രാത്രിയിൽ ചെന്ന് മേളിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് കുളിച്ച് ഫ്രഷ് ആയി നാളത്തേക്ക് ദർശനത്തിന് അതായത് പ്ലാൻ ചെയ്യണം. വണ്ടി പാർക്ക് ചെയ്തേക്കുന്നിടത്ത് വരെ 2-2.5 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ബസ് നോക്കി. ബസ് ആ റൂട്ട് ടൈം അനുസരിച്ചേ വരത്തുള്ളൂ. 7:30 വരുമെന്ന് പറഞ്ഞ് അതുവരെ വെയിറ്റ് ചെയ്യാനുള്ള ത്രാണിയില്ലായിരുന്നു. ഫുഡും കഴിച്ചതില്ല ഉച്ചയ്ക്ക്. ആകെ അവിടുന്ന് പ്രൊവൈഡ് ചെയ്ത പാൽ മാത്രം ഞാൻ കുടിച്ചിട്ട് നിൽക്കുമായിരുന്നു. ആശ അതുപോലെ ഇല്ലായിരുന്നു. ടാക്സി ബുക്ക് ചെയ്യാൻ നോക്കുമ്പം അവരില്ലാത്ത റേറ്റൊക്കെ കയറ്റി പറയുന്നു. അതുകൊണ്ട് നമുക്ക് വെറുതെ എന്തിനാ പൈസ കളയുന്നതെന്ന് വെച്ച് നേരെ നടന്നു. പിന്നെ ഞങ്ങള് ഫുഡ് കഴിച്ചു. ഇപ്പം ഞങ്ങള് തിരിച്ചു. ഇപ്പം നമ്മള് ഒരു 5 മണിക്കൂറോളം എടുക്കും തിരിച്ച് ബാംഗ്ലൂരിലെത്താൻ. അതിനിടയ്ക്ക് റെസ്റ്റൊക്കെ എടുക്കും. ചെറിയ റെസ്റ്റ് ഒന്നുമില്ല. ആക്ച്വലി നമ്മുടെ പ്ലാൻ ചെന്നൈക്ക് പോകാനായിരുന്നു. അതെ. സോ ഇന്നത്തെ ടൈമും സിറ്റുവേഷനും ഒക്കെ കാരണം മൊത്തത്തില് കുളമായി. അപ്പൊ ആ പ്ലാൻ എന്തായാലും മൊത്തത്തിൽ ക്യാൻസൽ ചെയ്തു. എങ്ങനെയെങ്കിലും വീട്ടിലെത്തുക പരിപാടിയുള്ള ഇനിയും. ഒന്നാമത്തെ കാര്യം ഞാന് ഒന്ന് മയങ്ങിയാൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആശ തീരെ ഉറങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് നേരെ ദർശനത്തിന് കയറി. നമ്മള് ഓർത്ത് ഓരോ ക്യൂ കഴിയുമ്പോ സെയിം ഒരു ക്യൂ ആ. ഒരു സ്ഥലം കഴിയുമ്പോ അടുത്ത സ്ഥലത്തിലോട്ട് പോകുമ്പോ നമ്മൾ ഓർക്കും ഇപ്പൊ എത്തും. അവസാനം 1 മണി വരെ നമ്മളെ ക്യൂ നിർത്തി നടത്തി കുഞ്ഞിനെ കൊണ്ട് നടത്തി ഒരു റൂമിൽ കൊണ്ടിരുത്തി. ഒരു ഹാളില് അത് 5-10 സെക്ഷനായിട്ട് തിരിച്ചിട്ട് അതിനകത്ത് ഓരോ സെക്ഷനുള്ള ആൾക്കാരെ ഇടക്കിടക്ക് തുറന്നു വിടുക. ഇതാണ് ഇവിടെ നടക്കുന്നത്. നമ്മള് ഇവരൊക്കെ പോകുന്ന അകത്തിരുന്ന് കാണുന്നത് അവരത്രയും പേര് പോയി രക്ഷപ്പെട്ടു. നമ്മള് അതുവഴി നടന്നു പോകുമ്പോ വേറെ സെക്ഷനിലെ ആൾക്കാരും അവിടെ ഇരുന്ന് വിഷമിക്കുക. അത് കാണുമ്പോ സങ്കടം വരും. പിന്നെ കുഞ്ഞ് പിള്ളേരെല്ലാരും കരച്ചില്ല. ഈ ചൂട് സത്യം പറഞ്ഞാൽ ഈ സ്പെഷ്യൽ ദർശനം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മറ്റേ ക്യൂ നിൽക്കുന്ന പോലെ തന്നെ. ഇവര് നോർമലി എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ TTDക്കാരെ മൊത്തത്തില് കുറ്റം പറയാനും പറ്റില്ല, പറയാതിരിക്കാനും പറ്റത്തില്ല എന്നുള്ളൊരു സത്യം സിറ്റുവേഷനില്ല. കാരണം അവര് ചെയ്തിട്ടുണ്ട്, പക്ഷെ അധികം ചെയ്തിട്ടില്ല. ഇപ്പൊ ആകെ ഒരു വെയിറ്റിംഗ് റൂമില് സജ്ജീകരിച്ചെന്ന് പറഞ്ഞ ഒരു ഗ്ലാസ് പാല്, പിന്നെ അതിന്റെ കൂട്ടത്തിൽ എന്തോ ഒരു ഡാല്, എന്താ പറയുക കിച്ചടി പോലത്തെ സെറ്റപ്പ്. സോ ഇത് രണ്ടും അവർ സെറ്റപ്പ് ആക്കിയേക്കുന്നത്. കുട്ടികൾക്ക് ചൂടുവെള്ളമോ അല്ലെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വെള്ളം കുടിക്കാനോ. ഈ ചൂടത്ത് നിൽക്കുക പിള്ളേര് കൊച്ചു കുട്ടികളാ.
അപ്പൊ അവര് ഈ വേർത്ത് കഴിഞ്ഞാൽ അപ്പം ദേഹത്ത് ഡീഹൈഡ്രേഷൻ ആവും. അപ്പൊ അവർക്ക് ഇച്ചിരി വെള്ളം, ചൂടുവെള്ളമൊക്കെ അവിടെ സെറ്റപ്പ് ആക്കി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പിന്നെ ഈ ഫാൻ ഉണ്ട്, ഫാൻ ചിലതോടും ചിലതോടില്ല, ചിലതിന് ഓസിലേഷൻ ഉണ്ട്, ചിലതിന് ഓസിലേഷൻ ഇല്ല. അങ്ങനെ അവര് ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഇച്ചിരി ഒന്ന് ഇമ്പ്രൂവ് ചെയ്താൽ വളരെ നന്നായിരിക്കും എന്നാ തോന്നുന്നത്. കാരണം ഇത്രത്തോളം പിൽഗ്രിംസ് വരുന്നതാണ് ഒരു ദിവസം. അപ്പം അതിന് വേണ്ട സജ്ജീകരണങ്ങൾ അവർ ഒരുക്കണം. ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ മുമ്പുണ്ടായതിനേക്കാളും ആൾക്കാരുടെ കുത്തൊഴുക്ക് വളരെ കൂടിയിരിക്കുന്നു. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കാര്യത്തിൽ എല്ലാവരും സമ്മതിക്കണം. കാരണം സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ തിക്കും തിരക്കും വരണോ എവിടെയെങ്കിലും ഒക്കെ ഒരു പൊട്ടിത്തെറി ചീറ്റില് അങ്ങനെ അടി ഉണ്ടാവും, നിങ്ങൾ കയറിയില്ല അങ്ങനെ കയറിയില്ല എന്നൊക്കെ. പക്ഷെ ഇത്രയും ഇറിറ്റേറ്റ് ആയിട്ടിരിക്കുന്ന അച്ഛനമ്മമാര്, പിള്ളേര്, ഇവരെല്ലാവരും ഒരേ മൈൻഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും ദേഷ്യം നമുക്ക് വരും സത്യം പറഞ്ഞ. നല്ല രീതിക്ക് കാല് കൊള്ളും വെയില് കാരണം. അതെല്ലാം സഹിച്ച് ഇപ്പം ചിലവര് പാല് കൊടുക്കാൻ പോകും ആ ലൈൻ വിട്ടിട്ട്, എന്നിട്ട് അവര് പിന്നെ അടുത്ത ഇതില് കേറുമ്പോ ആൾക്കാരൊന്നും പറയത്തില്ല, നമ്മള് അതിനിടയിൽ കയറുന്നു, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിനിടയിലൊക്കെ വോളണ്ടിയേഴ്സിനെ വെക്കാമായിരുന്നു. കാരണം തെക്കും തിരക്കും അവിടുന്ന് ഇവിടുന്ന് എല്ലാ ആൾക്കാരും കയറി വരുക. അതുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി എല്ലാവരും ശ്രദ്ധിക്കണം. അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു. സ്പെഷ്യൽ ദർശനം എന്ന് പറയുന്നതിന്റെ കാര്യത്തിൽ 6-8 മണിക്കൂർ നിൽക്കുന്നതിന് വരാം 2 മണിക്കൂർ 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. കാരണം ആൾക്കാര് തിക്കിലും തിരക്കിലും പോകുമ്പോ അതിനനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടാവും. അത് വളരെ സ്വാഭാവികം. പിന്നെ എന്ന് പറയാൻ നമുക്കൊരു 5 മിനിറ്റ് എങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു ടൈം തരണം. അത് 100% എവിടെ നടക്കില്ല. നമ്മൾ ഗുരുവായൂരാണെങ്കിലും നമ്മള് തള്ളിതള്ളിടത്തേ ഉള്ളൂ. അമ്പലങ്ങളിലാണെങ്കിലും ഇത് തന്നെയാണ് സിറ്റുവേഷൻ. അതൊരു സങ്കടമായി പോയി. കാരണം ഇത്രയും ക്യൂ നിന്ന് രാവിലെ തൊട്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ക്യൂ നിന്ന് അവിടം വരെ എത്തിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകുന്ന അതൊരു സങ്കടമായിട്ട് തോന്നി എനിക്ക്. ഇറങ്ങാൻ വേറൊരു ക്യൂ. അവിടെ നമ്മൾ ദർശനം കഴിഞ്ഞ് നമ്മൾ ഇച്ചിരി ആശ്വസിക്കും. പോരാഞ്ഞിട്ട് ഹുണ്ടിയില് കാണിക്ക ഇടാനായിട്ട് അതിന് വേറെ ക്യൂ. കുഞ്ഞുങ്ങളൊക്കെ അങ്ങ് കരയുക. അവസാനം ആർക്കും വയ്യ. അച്ഛനമ്മമാരൊക്കെ ഇങ്ങനെ തോളത്തെടുത്ത് വെക്കുന്നത് അവരെ. എന്നിട്ടും അത് നിങ്ങൾ കരച്ചില്ല. പിന്നെ നൈനൂട്ടിയുടെ കാര്യം പറയേ വേണ്ട. രാവിലെ ആശ് താടിയും മുടിയും വടിച്ചു കഴിഞ്ഞപ്പോ ആശിനെ തിരിച്ചറിയുന്നില്ല. ആശ എടുക്കുമ്പോ കരയുക, ആശ ഫ്രണ്ടിൽ വന്നാ കരയുക, ആശിനെ തിരിച്ചറിയുന്നില്ല. അച്ഛയുടെ സൗണ്ട് വരുന്നുണ്ട്, പക്ഷേ രൂപം അതല്ല, താടിയും മുടിയില്ലാത്ത അച്ഛൻ. അങ്ങനെ നൈനൂട്ടി ഇപ്പോഴും ഇതായിട്ടില്ല, അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. 2-3 ദിവസം പിടിക്കും. ഇപ്പൊ കാറിൽ കയറി കഴിഞ്ഞപ്പോ ഇച്ചിരി ഒന്ന് ഒതുക്കുവായെന്ന് തോന്നുന്നു.